നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ആ സ്വർണ്ണവിള കണ്ടപ്പോ അവരെന്തിനാ ഞെട്ടിയത്? സാധാരണ സ്വർണമെന്ന് കേട്ടാലേ സ്ത്രീകളുടെ മുഖം തെളിയേണ്ടതാ. പക്ഷേ ആ സ്വർണ്ണവിള കണ്ടിട്ടും അവരുടെ മുഖത്ത് ഞാൻ ഒരു സന്തോഷവും കണ്ടില്ല. അച്ഛൻ കിടപ്പിലായ അന്ന് മുതലേ ഞാൻ ശ്രദ്ധിക്കുന്നത് പ്രഭാവതി അമ്മയുടെ പെരുമാറ്റത്തിലെ മാറ്റം. എനിക്ക് ചില സംശയങ്ങളുണ്ടമ്മേ. പിന്നെ ഞാനല്ല സ്വർണ്ണവള അയച്ചു കൊടുത്തത്. അത് അയച്ചതാരാന്നും എനിക്കറിയില്ല. പിന്നെ അപ്പോഴത്തെ ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ ഞാനതങ്ങ് സമ്മതിച്ചു കൊടുത്തു. നമുക്കറിയാത്ത എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടമ്മേ ആ വളയ്ക്ക് പിന്നിൽ. ആ രഹസ്യം ഞാൻ കണ്ടുപിടിച്ചിരിക്കും. എന്താ ഇവിടെ? എന്താ എന്താ ഈ തട്ടിമറിച്ചിട്ട്? അല്ല, ഇതാര്? ഗാർഗി മോളാണോ? ആ അതെ, ഗാർഗിയ. ഇവിടെ എന്താ ഈ നേരത്തെ ചെയ്യുന്നത്? എന്റെ കയ്യിൽ നിന്ന് കാശ് താഴെ വീണു. അത് ഞാൻ തപ്പിയെടുക്കാൻ ശ്രമിക്കായിരുന്നു. അപ്പോഴാ കൈ തട്ടി പാത്രം വീണത്. വെറുതെ തപ്പി തടഞ്ഞ് വീഴണ്ട, ഞാൻ എടുത്തു തരാം. എത്ര രൂപ പോയത്? 100 രൂപയാ താഴെ വീണത്. 100 രൂപയാ താഴെ വീണതെന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് പിന്നെ എന്റെ കയ്യിൽ ആ കാശ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ല, നിങ്ങൾ എങ്ങനെ ഈ അടുക്കളയിലെ സ്റ്റോർ റൂമിലെത്തിയ? വഴി തെറ്റി കേറിയതാ മോളെ. ക്ഷമിക്ക്, ഇവിടം പരിചയപ്പെട്ടു വരുന്നതല്ലേ ഉള്ളൂ. 100 രൂപയെന്നല്ലേ പറഞ്ഞത്? താഴെ കിടന്ന് 100 രൂപ. ഇത് 500ന്റെ ആണല്ലോ മോളെ. നോട്ടിന്റെ വലിപ്പം വച്ചാ ഞങ്ങള് മൂല്യം അളക്കുന്നത്. സാരമില്ല, അത് കയ്യിലിരിക്കട്ടെ. മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു നല്ല മനസ്സ് ഇക്കാലത്ത് ആർക്കും കാണില്ല. ഇനി ഇവിടെ നിന്നിങ്ങനെ ചുറ്റി തിരിയണ്ട, റൂമിലേക്ക് പൊയ്ക്കോ. അല്ലെങ്കിൽ ഞാൻ കൊണ്ടാക്കി തരാം. വാ. അയ്യോ, ഇതല്ലേ ആ ബോക്സ്? ഗായത്രിയമ്മയുടെ സ്വർണ്ണവളകൾ വെച്ചിരുന്ന ബോക്സ്. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.